പത്തല്ല, നൂറല്ല, ആയിരക്കണക്കിന് ചാവേറുകൾ ഇന്ത്യയിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്നു. കേൾക്കുന്നത് നിരോധിത ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ ശബ്ദമാണ്. അതിർത്തിയിൽ ഭീതി പടർത്താൻ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്ന് വീണ്ടും മുഴങ്ങുന്ന ഈ ഭീഷണി വെറുമൊരു വീരവാദമാണോ അതോ ഇന്ത്യ ഗൗരവമായി കാണേണ്ട മുന്നറിയിപ്പാണോ? ലോകം ഉറ്റുനോക്കുന്ന ആ വിരളി പിടിച്ച ശബ്ദത്തിന് അതിന് പിന്നിലെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പിലൂടെയാണ് മസൂദ് അസർ ഈ വെല്ലുവിളി ഇന്ത്യക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിന് യുവാക്കൾ ചാവേറുകളാകാൻ തയ്യാറെടുത്തിരിക്കുകയാണെന്നും അവരെ ഇന്ത്യയിലേക്ക് കടത്തിവിടാൻ പാക് അധികൃതർ അനുമതി നൽകണമെന്നുമാണ് ഇയാൾ ആവശ്യപ്പെടുന്നത്. പണമോ ഭൗതിക സുഖങ്ങളോ അല്ല, പകരം ഷഹാദത്ത് അഥവാ രക്തസാക്ഷിത്വം മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് അസർ അവകാശപ്പെടുന്നു. ഭീകരരുടെ യഥാർത്ഥ എണ്ണം വെളിപ്പെടുത്തിയാൽ ലോകമാധ്യമങ്ങൾ ഞെട്ടിപ്പോകുമെന്നും ഈ ഭീകര തലവൻ വീണ്ടും പറയുന്നു. എന്നാൽ ഈ വെല്ലുവിളിക്ക് പിന്നിൽ ഭയമാണ് പ്രകടമാകുന്നത്. ഇന്ത്യൻ സൈന്യം അതിർത്തിയിൽ പുലർത്തുന്ന അതിശക്തമായിട്ടുള്ള ജാഗ്രതയും പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന മിന്നൽ ആക്രമണങ്ങളും ജയ്ഷെ മുഹമ്മദിനെ അടിപതറിച്ചിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഈ പുതിയ ഓഡിയോ സന്ദേശം. പതിറ്റാണ്ടുകളായി ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഈ പറയുന്ന മസൂദ് അസർ. പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ വരെ നീളുന്ന രക്തരൂക്ഷിതമായിട്ടുള്ള ചരിത്രമുണ്ട് ജയ്ഷെ മുഹമ്മദിന്. 2019 ബാലാക്കോട്ട് ആക്രമണത്തിന് ശേഷം മസൂദ് അസർ പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നു. ബഹവൽപൂരിലെ ഒളിത്താവളത്തിൽ നടന്ന സ്ഫോടനത്തിൽ ഇയാൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദം തകർന്നടിഞ്ഞ തങ്ങളുടെ സംഘടനയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഭീകരരുടെ അവസാന ശ്രമമാണ്. ഇവിടെയാണ് പാക് സൈന്യത്തിന്റെ പങ്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു രാജ്യം ഔദ്യോഗികമായി ഭീകരവാദത്തെ തള്ളിക്കളയുമ്പോഴും അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുമ്പോഴും അവരുടെ മണ്ണിൽ ഇത്തരമൊരു ഭീകര തലവൻ എങ്ങനെ പരസ്യമായി ആളെ കൂട്ടുന്നു? പാക് സൈന്യത്തിന്റെയും ISIയുടെയും മൗനാനുവാദമില്ലാതെ മസൂദ് അസറിന് ഇത്രയും വലിയ സന്നാഹങ്ങൾ ഒരുക്കാൻ കഴിയില്ല. പാകിസ്ഥാന്റെ സാമ്പത്തിക തകർച്ചയിൽ നിന്നും ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ അവർ വീണ്ടും ഭീകരവാദത്തെ ആയുധമാക്കുകയാണ്. എന്നാൽ അതിർത്തി കടന്നെത്തുന്ന ഏതൊരു നീക്കത്തെയും ചാരമാക്കാൻ തക്ക ശക്തിയുള്ളതാണ് ഇന്നത്തെ ഇന്ത്യയുടെ സുരക്ഷാ കവചമെന്ന് ഭീകരർ മറന്നുപോകുന്നു. മസൂദ് അസറിന്റെ ഈ ഭീഷണി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുതിയതല്ല. ഭീകരവാദത്തിന്റെ നട്ടല്ലൊടിക്കാൻ കെൽപ്പുള്ള സൈന്യവും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഇന്ന് ഇന്ത്യക്കുണ്ട്. ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാൻ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം സജ്ജമാണ്. ആയിരങ്ങളല്ല ലക്ഷങ്ങൾ വന്നാലും ഇന്ത്യൻ മണ്ണിൽ ഭീകരത വിതയ്ക്കാമെന്ന മോഹം പാഴ്ക്കിനാവായി തന്നെ തുടരും. മസൂദ് അസർ എന്ന പേപ്പട്ടിയുടെ തലയിൽ ഇന്ത്യൻ സൈന്യം തുളയിടുന്ന ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.